കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ ഡിവൈഎഫ്ഐയും സിപിഐഎമ്മും നടത്തുന്ന പൊതിച്ചോറ് രാഷ്ട്രീയത്തിന്റെ യഥാർത്ഥ മുഖം ഇപ്പോൾ പൂർണ്ണമായിട്ടും തുറന്നു കാട്ടപ്പെട്ടിരിക്കുകയാണ്. അത് മറ്റാരുമല്ല, തുറന്നു കാണിച്ചത് സിപിഐഎമ്മിന്റെ മുൻ നേതാവായിരുന്ന ജി സുധാകരൻ MLA തന്നെയാണ്. ഡിവൈഎഫ്ഐയുടെ ഈ ജനവിരുദ്ധ രാഷ്ട്രീയ നാടകത്തിന്റെ തനിനിറം ജനങ്ങൾക്ക് മുന്നിൽ വലിച്ചു കീറുകയായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. മെഡിക്കൽ കോളേജുകളിൽ വന്ന് കൊടിയും നാട്ടി ഷെഡും കെട്ടി ഞങ്ങൾ പൊതിച്ചോറ് തരുന്നു, കഞ്ഞി തരുന്നു എന്ന് പറഞ്ഞ PR വർക്ക് നടത്തുന്ന ഡിവൈഎഫ്ഐക്കാരെ CPM-കാരെയും കോമ്പൗണ്ടിൽ നിന്നും അടിച്ചു പുറത്താക്കണമെന്നാണ് ജി സുധാകരൻ ഇപ്പോൾ പരസ്യമായിട്ട് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. കോൺഗ്രസും UDF-ഉം കാലങ്ങളായി പറയുന്ന അതേ നിലപാടിലേക്ക് ഒടുവിൽ സുധാകരനും എത്തിയിരിക്കുന്നു എന്നാണ് ഈ പ്രസ്താവനയ്ക്ക് ശേഷം പിന്നീട് വരുന്ന വാർത്തകൾ. CPM-ന്റെ രീതികളിൽ ശ്വാസം മുട്ടി പുറത്തേക്ക് വന്ന അദ്ദേഹം പൊതിച്ചോറ് രാഷ്ട്രീയത്തെയും ചർച്ചകളിലേക്ക് വലിച്ചിഴയ്ക്കുകയാണ്. മെഡിക്കൽ കോളേജ് കോമ്പൗണ്ടുകളിൽ രാഷ്ട്രീയ പാർട്ടികളോ മറ്റ് സംഘടനകളോ ഭക്ഷണ വിതരണം ചെയ്യേണ്ടതില്ല എന്നും രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണം നൽകേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്നുമാണ് അമ്പലപ്പുഴ MLA ആയ ജി സുധാകരൻ പറയുന്നത്. 3 ആഴ്ച മുൻപ് താനും KC വേണുഗോപാലും കളക്ടറും സൂപ്രണ്ടും പങ്കെടുത്ത യോഗത്തിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജ് കോമ്പൗണ്ടിൽ ഇത്തരത്തിൽ ഒരു സംഘടനകളും ഭക്ഷണ വിതരണം നടത്തേണ്ടതില്ല എന്ന് തീരുമാനിച്ചിരുന്നുവെന്നും എന്നാൽ ആ തീരുമാനം പാലിക്കപ്പെട്ടില്ല എന്നും അദ്ദേഹം തുറന്നടിക്കുകയായിരുന്നു. ജനങ്ങളുടെ നികുതി പണം കൊണ്ട് പ്രവർത്തിക്കുന്ന മെഡിക്കൽ കോളേജുകളിൽ പാവപ്പെട്ടവർക്ക് അന്തസ്സോടെ ചികിത്സയും ഭക്ഷണവും നൽകുവാൻ UDF സർക്കാർ തയ്യാറാണ്. എന്നാൽ സർക്കാർ ചെയ്യേണ്ട ആ ജോലി തങ്ങൾ ചെയ്യുകയാണ് എന്ന് വരുത്തി തീർത്ത പാവപ്പെട്ടവരുടെ പട്ടിണിയെ വോട്ടാക്കി മാറ്റാൻ നോക്കുന്ന ഡിവൈഎഫ്ഐയുടെ ഈ തരം താഴ്ന്ന രാഷ്ട്രീയം ഇനി മെഡിക്കൽ കോളേജുകളിൽ നടപ്പില്ല എന്നാണ് സുധാകരന്റെ നിലപാട്. ഭക്ഷണ വിതരണത്തിന്റെ പേരിൽ കൊടിനാട്ടാൻ കാണിക്കുന്ന ഈ ആവേശം എന്തുകൊണ്ട് മെഡിക്കൽ കോളേജുകളിലെ ചികിത്സാ സൗകര്യങ്ങളുടെ കാര്യത്തിൽ മുൻപ് കാണിച്ചില്ല എന്ന ചോദ്യം സുധാകരൻ ഡിവൈഎഫ്ഐക്ക് മുന്നിൽ വെക്കുകയാണ്. മെഡിക്കൽ കോളേജുകളെ രാഷ്ട്രീയ താവളമാക്കി മാറ്റിയ കമ്മ്യൂണിസ്റ്റ് സംഘടനകളാണ് ഈ നാശത്തിനെല്ലാം കാരണം. മുൻപ് ഭരിച്ച CPM സർക്കാരിന്റെ കാലത്ത് തകർത്ത് തരിപ്പണമാക്കിയ ആരോഗ്യ രംഗത്തിന്റെ ദുരവസ്ഥയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. തെറ്റായ ഇത്തരം നിയമങ്ങളും രാഷ്ട്രീയ അതിപ്രസരവും തിരുത്തിയെഴുതാൻ വിദ്യാർത്ഥികളും മുന്നോട്ട് വരണമെന്നാണ് ജി സുധാകരൻ ആഹ്വാനം ചെയ്തത്. ജി സുധാകരൻ ഡിവൈഎഫ്ഐക്കെതിരെ ഇങ്ങനെ തുറന്നടിച്ചുവെങ്കിലും ഒരു നേരത്തെ ആഹാരം കൊടുക്കുക എന്നത് വലിയ കാര്യമാണ്. ഭരണമില്ലാതിരുന്നിട്ടും അവർ അത് തുടരുന്നുണ്ടെങ്കിൽ അതവരുടെ വലിയ മനസ്സ്. അവർ കൊടുക്കുന്ന ഓരോ പൊതിച്ചോറും ഓരോ പാവപ്പെട്ടവന്റെയും വിശപ്പടക്കിയിട്ടുണ്ട് എന്നത് മായാത്ത സത്യം കൂടിയാണ്.